Hey hello എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഞ്ജുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു പ്രത്യേകതയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം എന്നോട് പേഴ്സണലായിട്ട് ഒരുപാട് പേര് വന്നിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനുള്ള ഒരു ആൻസർ ആയിട്ടുമാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെലൈക്കനിൽ ഓൾ എന്നൊരു ഓപ്ഷൻ എന്നെ കൂടി ചെയ്തേക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, അതും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹെയർ എന്തുകൊണ്ടിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്, കെയർ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഞാൻ എവിടെ പരിപാടിക്ക് പോയാലും എന്ത് പ്രോഗ്രാമിന് പോയാലും എന്നോട് വന്നിട്ട് ചോദിക്കുന്നൊരു കാര്യമാണ്, എന്താണ് ചേച്ചി ചെയ്യുന്നത്, ആഫ്റ്റർ കെയർ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ, ചേച്ചി എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്, ഹോം റെമഡീസ് എന്തെങ്കിലും ഉണ്ടോ, അതൊക്കെ പറ എന്നൊക്കെ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒറിജിനൽ ഹെയർ ഏകദേശം ഇതേ രൂപം തന്നെയാണ്, സ്ട്രെയിറ്റ് ഹെയർ ആണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ഹോം റെമഡീസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ അല്ലാണ്ട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സും ചെയ്തിട്ടുണ്ട്. ഞാൻ കെരാട്ടിനാണ് ചെയ്തേക്കുന്നത്, 2 പ്രാവശ്യം കെരാട്ടിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ചെയ്തിട്ടൊരു 2 years ആയി. അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞ് ഇങ്ങോട്ട് ഞാൻ ആഫ്റ്റർ കെയർ നല്ലപോലെ ചെയ്യും. അതായത് ഷാംപൂ, കണ്ടീഷണർ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതേപോലെ തന്നെ ഓയിൽ മസാജ്. പിന്നെ എനിക്കുണ്ടായ ഒരു ഹെൽപ്പിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഹെയറിൽ ഡാൻഡ്രഫ് ഇല്ല, പെയിൻ ഇല്ല, അങ്ങനെ സംഭവമൊന്നുമില്ല. അപ്പം അതൊക്കെ കൂടി കൊണ്ടിട്ടാണ് എൻ്റെ ഹെയർ ഇത്രയും കൂടി ഒന്ന് സെറ്റായിട്ട് ഇരിക്കുന്നത്. ഡാൻഡ്രഫ് ഭയങ്കര ഡേഞ്ചർ സാധനമാണ്. കാരണം ഒരിത്തിരി സ്പ്രെഡ് ആയി കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ഭയങ്കര ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എൻ്റെ ഹെയറിൽ ഞാൻ എപ്പോഴും ഹോട്ട് ഓയിൽ മസാജാണ് ചെയ്യുന്നത്. വീട്ടിലാണെങ്കിലും അതൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം കിട്ടുന്ന ടൈമിലൊക്കെ ചെയ്യാറുണ്ട്. ഹോട്ട് ഓയിൽ മസാജ് വേറെ ഒന്നുമില്ല, നമ്മുടെ സ്കാൽപ്പൊന്ന് നന്നായിട്ട് കോംബ് ചെയ്തിട്ട് അതിലേക്ക് ചെറുതായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഒന്ന് ഒരു കോട്ടണിൽ അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക, ചെറിയൊരു ചൂടോടുകൂടി ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു ലെമൺ ജ്യൂസ് കുറച്ചൊന്ന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് തേക്കുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ് കേട്ടോ. അങ്ങനെ ഒരു 1 month ഒന്ന് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നല്ല ഡാൻഡ്രഫൊക്കെ ഒന്ന് കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത്രയ്ക്ക് ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ സ്കിൻ ഡോക്ടറെ കാണിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ഹെയറിനെ കുറിച്ച് പറയാനുള്ളത്. പ്രോപ്പർ കെയറിങ് ആണ് ഏതൊരു മുടിയുടെയും വളർച്ചയ്ക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.